ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. ഇസ്രായേലിൽ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. പിന്നാലെ വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യമൻ സായുധ ഗ്രൂപ്പ്. ഗസയിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോൾ സയനിസ്റ്റുകളെ ഉറങ്ങാൻ അനുവദിക്കില്ല എന്ന താക്കീതാണ് ഹൂതികൾ നൽകുന്നത്. ഹൂതി വക്താവായ ഹെസാം അൽ അസദാണ് എക്സിൽ മുന്നറിയിപ്പ് നൽകിയത്. ഹൂതികൾ ഇസ്രായേലിന് മേൽ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമാക്കി. ഈ വർഷം മാത്രം 200 മിസൈലുകളും 170 ഡ്രോണുകളുമാണ് ഇസ്രായേലിന് നേർക്ക് ഹൂതികൾ തൊടുത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണ സൈറണുകൾ മുഴങ്ങിയിരുന്നു. അമേരിക്കയും ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കുകയാണ് ഹൂതികൾ. ലോക പോലീസിനെ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ് യമനിലെ സായുധ ഗ്രൂപ്പ്. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണിനെ വെടിവെച്ചിട്ടതായി ഹൂതികൾ അവകാശപ്പെടുന്നു. ബൈദയിലേക്ക് പറക്കുകയായിരുന്ന ഡ്രോണിനെയാണ് വെടിവെച്ചിട്ടതെന്നാണ് ഹൂതികൾ പറയുന്നത്. സനയ്ക്കും ഏതനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. പ്രാദേശികമായി നിർമ്മിച്ച സർഫേസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തതെന്നാണ് ഹൂതി വക്താവ് അവകാശപ്പെടുന്നത്. ആക്രമണത്തിൻ്റെ വീഡിയോയും ഹൂതികൾ പുറത്തുവിട്ടു. ഗസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെടിവെച്ചിരുന്ന 13ാമത്തെ ഡ്രോണാണിത് എന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഒരു MQ-9 റീപ്പർ ഡ്രോണിന് ഏകദേശം $31 മില്യൺ വില വരും. അങ്ങനെ വരുമ്പോൾ ഗസ യുദ്ധം തുടങ്ങിയ ശേഷം US-ന് $400 മില്യൺ നഷ്ടമാണ് ഹൂതികൾ വരുത്തിയത്. അതിനിടെ ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. റഷ്യ, ഇന്ത്യ, ചൈന, US എന്നിവയാണ് ഈ സാങ്കേതിക നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ സാങ്കേതികവിദ്യയാണ് ഹൂതികൾ സ്വന്തമാക്കിയത്. 2024 സെപ്റ്റംബർ 16-നാണ് ഹൂതികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിൽ പതിച്ചത്. 11 മിനിറ്റുകൾ കൊണ്ട് 2040 കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ ഇസ്രായേലിലെത്തിയത്. ടെലവീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. 20 ഇൻ്റർസെപ്റ്ററുകൾ മറികടന്നാണ് പലസ്തീൻ 2 എന്ന് പേരിട്ടിരിക്കുന്ന മിസൈൽ ഇസ്രായേലിൽ പതിച്ചത്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൽ പതിച്ചത് ആ രാജ്യത്തിന് വലിയ നാണക്കേടായി. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതി കൂടി വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ആക്രമണം. കൃത്യമായ സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ സാധിച്ചെന്നുമാണ് ഹൂതി വക്താവ് യഹിയ സാരി പിന്നീട് പറഞ്ഞത്. എന്നാൽ ഹൂതികൾ തൊടുത്തുവിട്ടത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കില്ലെന്ന സംശയവും പലരും ഉയർത്തി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഹൂതികൾ വീണ്ടും ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. ഇത് ഭാഗികമായി പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചു. എന്നാൽ മിസൈലിൻ്റെ ഭാഗം പതിച്ച് ടെലവീവിലെ ഒരു സ്കൂൾ കെട്ടിടം തകരുകയും പ്രദേശത്ത് തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം യമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പിറ്റേ ദിവസം രാത്രി വീണ്ടും ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തു. അയൺ ഡോം പോലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകർത്ത ആ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡിസംബർ 20-ലെ ഈ ആക്രമണത്തോടെയാണ് ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന സംശയം ബലപ്പെട്ടത്.